ഓറൽ ഹൈജീൻ ഒരു നല്ല ചിരിക്ക് വേണ്ടി മാത്രമുള്ളതാണോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ വായ നമ്മുടെ ശരീരത്തിന്റെ ഒരു കണ്ണാടിയാണ്. ഡൈവേഴ്സ് ആയ മൈക്രോ ഓർഗാനിസംസ് വായിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഓറൽ ഹൈജീൻ ഒരു ഹെൽത്തി ലൈഫ് ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓറൽ ഹൈജീൻ മോശമാകുന്നുണ്ടെങ്കിൽ ഈ ബാലൻസ് ഡിസ്ട്രപ്റ്റ് ആകുന്നു. അതുകൊണ്ട് ഒരു പൊട്ടൻഷ്യലായ ഒരു ഹാംഫുൾ മൈക്രോ ഓർഗാനിസത്തിന്റെ വളർച്ചയ്ക്ക് ഇത് കാരണമാകും. ഇങ്ങനെ ശരീരം മുഴുവൻ ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ സെറ്റിൻ ചെയ്യുന്നു, അതായത് ഒരു നീർവീക്കം പോലെ. ഇത് മറ്റ് ശരീര അവയവങ്ങളെ കൂടെ ബാധിക്കും. സോ ഇതുമൂലം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധിക്കുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇത്തരത്തിൽ വായുടെ ശുചിത്വം പാലിക്കാത്ത വ്യക്തികളിൽ സ്ട്രോക്ക് അല്ലെങ്കിൽ ബ്രെയിൻ അന്യൂറിസം പോലുള്ള അസുഖങ്ങൾക്കുള്ള സാധ്യത പല മടങ്ങ് വർദ്ധിക്കുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതേപോലെ മോണരോഗമുള്ള വ്യക്തികളിൽ ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യതയും 2 ഇരട്ടിയിലധികമാണ്. ശരിയായ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നവരിൽ ക്രോണിക് കിഡ്നി ഡിസീസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് 3 ഇരട്ടിയായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ നേരെ മറിച്ച്, അതായത് കിഡ്നി ഡിസീസ് ഉള്ളവരിൽ ഗം ബ്ലീഡിങ്, അബ്നോർമൽ ടേസ്റ്റ് സെൻസേഷൻ, ഉമിനീരിന്റെ കുറവ് കാരണം, അതായത് സിറോസ്റ്റോമിയ കാരണം ബേണിംഗ് മൗത്ത് സിൻഡ്രോം അനുഭവപ്പെടുന്നതായിട്ടും കാണുന്നത്. മറ്റ് പ്രധാനമായ ഒരു കൾപ്രിറ്റ് ആണ് ഡയബറ്റീസ്. ഡയബറ്റീസിന്റെ ഒരു പ്രധാന കോംപ്ലിക്കേഷൻ വായിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. അത് ഗം ഡിസീസ് ആണ്. ഗം ഡിസീസ് വളർന്ന് അതൊരു പെരിഡോണ്ടൽ, അതായത് എല്ലിനെ വരെ ബാധിക്കുന്ന ഒരു അവസ്ഥ വരെ എത്തും. ഡയബറ്റീസ് ഉള്ളവർക്കറിയാം നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ കഴിയാത്തത്, അതായത് ഇൻസുലിൻ അതിന് അനുസരിച്ച് പാൻക്രിയാസിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തതാണ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനുള്ള കാരണമെന്ന്. അതേപോലെ തന്നെ നിങ്ങളൊരു എക്സ്പെക്ടിങ് മദർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആയ ഒരു വിമൺ ആണെങ്കിൽ, നിങ്ങളിൽ എപ്പോഴും ഹോർമോൺസ് ഇങ്ങനെ വ്യതിയാനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അപ്പൊ നിങ്ങൾക്ക് പല്ലുവേദന അല്ലെങ്കിൽ വായിൽ മറ്റ് റിലേറ്റഡ് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ടൈമിൽ കൂടുതലാണ്. സോ കീപ് യുവർ ഡെന്റിസ്റ്റ് ക്ലോസ് ബിഫോർ യു പ്ലാൻ എ ബേബി. ആ സമയത്തല്ല നമ്മൾ നോക്കേണ്ടത്, ബിക്കോസ് ആ സമയത്ത് നമ്മൾ 2nd ട്രൈമിസ്റ്ററിൽ മാത്രമാണ് ട്രീറ്റ്മെന്റ് ചെയ്യാറുള്ളത്. സോ ഈ ഒരു ടൈമിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അത്ര സുഖകരമായ ഒരു കാര്യമായിരിക്കില്ല. അതേപോലെ നിങ്ങൾ എല്ലിന് അസുഖങ്ങളുള്ള വ്യക്തികളാണ്, നിങ്ങൾക്ക് ആർത്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് രോഗങ്ങൾ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാവുന്നതാണ്, പല്ല് എപ്പോഴും ഉറപ്പിച്ചിരിക്കുന്നത് ജോ ബോൺസിലാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നിങ്ങളുടെ എല്ലുകളിൽ വരുന്ന മാറ്റം ഈ ജോ ബോൺസിലും പ്രതിഫലിക്കുന്നു. സോ അത്തരം വ്യക്തികളിൽ കംപ്ലീറ്റ് ടൂത്ത് ലോസ് ഇതിനനുബന്ധിച്ച് ഉണ്ടാകുന്നു. സോ ശുചിത്വം എന്ന് പറയുന്നത് വെറും ഒരു ഭംഗിക്ക് വേണ്ടിയുള്ള കാര്യം മാത്രമല്ല, ഇറ്റ്സ് ഫോർ ഓവറോൾ ഹെൽത്ത് ഓഫ് യുവർ ബോഡി. സോ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ കണ്ടുമുട്ടിയാൽ നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ റിപ്പോർട്ട് ചെയ്യുക, അതിന്റെ സൊല്യൂഷൻസ് ഡിസ്കസ് ചെയ്യുക. സോ കീപ് യുവർ മൗത്ത് ക്ലീൻ ആൻഡ് അങ്ങനെ നമുക്ക് എല്ലാവർക്കും മനസ്സ് തുറന്ന് ചിരിക്കാം.